ഈ അന്തരീക്ഷമാണ്. ആ ബോധം, ആ വിവേകം, അതിനാണ് വിവേകം എന്ന് പറഞ്ഞത്. അവിടെ തൊട്ടാണ് നമ്മൾ വിവേകിയാകുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഞാനെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾപ്പെടുന്നതാണ്. എന്നുവെച്ചാൽ സർവ്വരും ഉൾപ്പെടുന്നതാണ് ഈ ഞാനെന്ന് പറഞ്ഞത്. ഇത് അനുഭവത്തിൽ വരാണ്ട് എന്ത് കാര്യം ഇരിക്കുന്നു? ഒരു പുസ്തകം വായിച്ചിട്ട് ഇതിനെപ്പറ്റി വിശദീകരിച്ച് കൊടുക്കുന്നു, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അതെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പോഴാണ് നമ്മൾ അനുഭവത്തിലോട്ട്, അവിടെയാണ് ഒരുമ. ഇതിനാണ് കുടുംബം. ഇതിനാണ് കുടുംബം എന്ന് പറഞ്ഞത്. അതിൻ്റെ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് പിള്ളേരുണ്ടായാലും കുടുംബജീവിതം ആകത്തില്ല. മനസ്സിലായി? അത് വെറും ശരീരം നിലനിൽക്കാത്തത് കൊണ്ടാണ് പ്രത്യുൽപാദനം അവിടെ സംഭവിക്കുന്നത്. കാരണം ശരീരം ആത്മാവായിട്ടുള്ള ബന്ധത്തിലാകുമ്പോൾ എന്തിനാണ് പ്രത്യുൽപാദനം? അപ്പോൾ പ്രത്യുൽപാദനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ട് അവിടെ. കാരണം ആ കുട്ടിക്ക് ആത്മബോധം ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം എന്താണ്? ആ കുട്ടികൾക്ക് ആത്മബോധം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം. അതാണ്. അല്ല അവരെ പഠിപ്പിച്ച് വലുതാക്കി അതുകൊണ്ട് അവർ ആ വലുതായത് കൊണ്ട് അവർ നശിക്കുന്നു. അവർ വലുതായെന്ന് അവർക്ക് തോന്നുന്നു. അതുകൊണ്ട് മാതാപിതാക്കളെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയിട്ടിട്ട് അവർ പോകുന്നു. കാരണം അവർ വലുതായി, മാതാപിതാക്കൾ ചെറുതാണ്. കാരണം പഠിപ്പിച്ച് വലുതാക്കി, അഹങ്കാരം ഉണ്ടായി. മനസ്സിലായി? പഠിപ്പിച്ച് വലുതാക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവർ വലുതായതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണിക്കും. മാതാപിതാക്കളല്ലേ ചെയ്തത്. അതെ. ശരത്ത് എന്താ പറയാനാണ്? നമ്മളിപ്പം ഇവിടെ നമ്മുടെ നാട്ടിലാണ് ആക്ച്വലി നമ്മൾ പേരൻസിനെ കെയർ ചെയ്യുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ അവരുടെ വാർദ്ധക്യത്തിൽ നമ്മൾ ഒരു താനായിട്ട് നിൽക്കണം എന്നുള്ളൊരു ഭാഗമൊക്കെ നമ്മളുടെ സംസ്കാരത്തിലുള്ള. ഇപ്പം നമ്മളിപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ ഈ കെയർ ഹോംസ് ആണ് കൂടുതലും വരാം. അപ്പോൾ മക്കളൊരു പ്രായമായി കഴിഞ്ഞാൽ ഒരു 10-12 വയസ്സായി കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് അവരവരുടെ ഒരു ഇണയെ കണ്ടെത്തി അവർ മാറുന്ന ഒരു ഭാഗത്തോട്ടാണ് പോകുക. പിന്നെ പേരൻസ് എന്നുള്ള ഒരു കണക്ഷൻ അവർക്ക് ഭയങ്കര കുറവ്. പേരൻസിനെ നോക്കുക, അല്ലെങ്കിൽ പേരൻസിന് പ്രായമാകുമ്പോൾ അവരെ ശുശ്രൂഷിക്കുക, അങ്ങനൊരു ഭാഗം അവിടെ കുറവ് താല്പര്യം. അവർക്ക് അത് ഗവൺമെന്റിന്റെ ചുമതലയായിട്ടാണ് അവരെടുത്തിരിക്കുന്നത്, കെയർ ഹോംസിന്റെ സെറ്റപ്പ്. നമ്മളാണെങ്കിൽ മറിച്ചൊരു ഭാഗത്താണ് ജീവിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളുടെ ഇവിടെ ഈ കെയർ ഹോംസ് ആക്ച്വലി ഭയങ്കര കൂട്ടി വരുന്നൊരു ഭാഗത്താണ്. അപ്പം മക്കള് പ്രായമായി കഴിഞ്ഞ്, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു കണ്ടെത്തി കഴിയുമ്പോഴത്തേക്ക് പിന്നെ പേരൻസ് നോക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ല. അല്ലെങ്കിൽ അത് ഇപ്പം സഹോദരങ്ങളുണ്ടെങ്കിൽ ഇതിൽ ഏത് സഹോദരനാണ് നോക്കുക എന്നുള്ള ഭാഗത്താണ് നിൽക്കുക. മൂത്ത സഹോദരനാണ് കൂടുതൽ സ്വത്ത് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് ആർക്കാണ് കിട്ടിയ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് പേരൻസിനെ നോക്കുക എന്നുള്ളൊരു ഭാഗത്തോട്ടാണ് നമ്മളും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ചലനം. അപ്പം ഇതെവിടെയാണ് ആക്ച്വലി നമ്മൾ തെറ്റിപ്പോകുന്ന ഭാഗം എവിടെയാണ്? നമുക്ക് എങ്ങനെയാണ് ഇത് റിയലൈൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് ഈ പറയുന്ന മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾ മാറിപ്പോകുന്നതിൻ്റെ കാരണം എന്താണ്? മാറാനുള്ള കാരണം എന്താണ്? സെക്സാണ് കാരണം, അല്ലേ? സെക്സാണ് കാരണം. മനസ്സിലായി? അവിടെ
ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ എന്തുകൊണ്ടാണ് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥ എന്ന് മാറാൻ കാരണം സെക്സാണ് കാരണം. അതിന് വേറെ ഒന്നുമല്ല. എവിടെയെല്ലാം സെക്സ് കാരണമാകുന്നോ അവിടെയെല്ലാം അത് നശിച്ചു പോകും. കാരണം എന്താണ്? കാരണം സെക്സ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷനാണ്. വെറുതെ പ്രത്യുൽപാദനം നടന്നുകൊണ്ടിരിക്കണം. എന്ത് കാര്യം? എന്താണ് ഇതിനകത്തെ കഥ? എന്താണ് അതിനകത്ത്? കഥയില്ല, കാര്യമില്ല. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അത് പ്രകൃതിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് അത് അങ്ങനെ സംഭവിക്കത്തുള്ളൂ. ഇങ്ങനെ റാൻഡംലി എല്ലാവരും വേർതിരിഞ്ഞ് റീപ്രൊഡക്ഷനോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ കൂടി ജീവിതത്തിൽ സെക്സ് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര വലിയ സുഖമായിട്ടാണ് എല്ലാവരും കാണുന്നത്. സെക്സ് വലിയ സുഖമൊന്നുമല്ല. കാരണം അതിനപ്പുറത്തോട്ട് സുഖം മനുഷ്യൻ കണ്ടിട്ടില്ല. സെക്സ് സുഖമാണ്. സെക്സിൻ്റെ ഭാഗത്ത് ഉള്ള സുഖം സെക്സിൻ്റെ ഭാഗത്തുണ്ട്. പക്ഷെ അത് അതിനപ്പുറത്തോട്ട് ശരീരത്തിൽ സുഖങ്ങളുണ്ട്. സുഖത്തേക്കാൾ സുഖമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മനസ്സിലായോ? അതാണ് ആനന്ദം, പരമാനന്ദം. ഇതൊക്കെ എത്തിയില്ലെങ്കിൽ, ഇതിലോട്ടൊന്നും എത്തുന്നില്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഭാഗമില്ല. ഒരു വ്യക്തി ജീവിക്കുന്നെന്ന് പറയുന്നത്, ഒരു വ്യക്തി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ്. ഇവിടെ ആകെ കൂടി കാണുന്നത് ഈ പറയുന്ന സെക്സ്, സ്ത്രീ പുരുഷ ബന്ധമെന്ന്. സ്ത്രീ പുരുഷ ബന്ധമല്ല ഇവിടെ സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത്, അല്ലേ? അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഒരു കുട്ടി വളർന്നു വന്നു കഴിഞ്ഞാൽ അവന് ചെയ്യാവുന്ന കാര്യങ്ങൾ അവൻ ചെയ്യുന്നു. അവൻ്റെ ശരീരം അവനല്ല ചെയ്യുന്നത്, ഇവൻ്റെ ശരീരമാണ് ചെയ്യിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണേ. ഇവൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണത്തിലോട്ടാണ് ഇവൻ വളർന്നു വരുന്നത്. അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്, അല്ലേ? എന്താണ് ചെയ്യുന്ന മാതാപിതാക്കൾ? ഇവനെ പഠിപ്പിക്കുന്നു. ഇവന് സ്വബോധം വരുന്നതിന് മുമ്പ് തന്നെ ഇവനെ പഠിപ്പിക്കുന്നു. പഠിപ്പിക്കുന്നത് എന്താണ്? മുഴുവനും മറ്റുള്ളവരുടെ വേലക്കാരനാകാനാണ് പഠിപ്പിക്കുന്നത്, അല്ലേ? അതെ. അപ്പം പിന്നെ ഈ ശരീരം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവൻ നോക്കുന്നത്. ശരീരം കൊണ്ട് സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ IAS ഓഫീസറാണ് എന്നുവെച്ചാൽ എൻ്റെ ശരീരത്തിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിലാണ് IAS ഓഫീസർ. അല്ലാണ്ട് ഞാനല്ല, എൻ്റെ ശരീരം IAS ഓഫീസറാണ്. ശ്രദ്ധിക്കണേ. ഇപ്പോൾ പോലീസുകാരൻ, എൻ്റെ ശരീരം പോലീസാണ്. ഇതാണ് ഇവിടെ. ഞാൻ രാഷ്ട്രീയക്കാരനാണ്, എൻ്റെ ശരീരം രാഷ്ട്രീയക്കാരനാണ്. ഈ വ്യക്തി എവിടെ? വ്യക്തിത്വ ബോധം എവിടെ? ധർമ്മം എവിടെ? നന്മ എവിടെ? പവിത്രത എവിടെ? ഇതൊന്നുമില്ല ഇവിടെ. ഇവിടെ ഡോക്ടറുണ്ട്, എൻജിനീയറുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. ഈ ഭാര്യ എന്താണ്? എൻ്റെ ശരീരം ഭാര്യയായിട്ട് പ്രവർത്തിക്കുന്നു, എൻ്റെ ശരീരം ഭർത്താവായിട്ട് പ്രവർത്തിക്കുന്നു. അതെ, കണ്ടു മനസ്സിലായോ? ഓ ഗ്രേറ്റ്. അപ്പം എൻ്റെ ശരീരം ഇന്നതാക്കി മാറ്റാനുള്ള ട്രെയിനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? എൻ്റെ ശരീരത്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ പ്രശ്നങ്ങൾ പിടിയിട്ടിയ ഈ ശരീരത്തെ ആത്മാവിനെ കൊണ്ടു നടക്കാനാണ് ശരീരം. മനസ്സിലായോ? ഇത് ശരീരത്തെ കൊണ്ടു നടക്കാൻ വീട്, ശരീരത്തെ കൊണ്ടു നടക്കാൻ കാറ്, ശരീരത്തെ കൊണ്ടു നടക്കാൻ അത് ഇത് ടെക്നോളജി, ഇതെല്ലാം ശരീരത്തിൻ്റെ സൗകര്യത്തിന് മിക്സി, ഫ്രിഡ്ജ്. ശരീരത്തിൻ്റെ സൗകര്യത്തിലാണ് മിക്സി, ഫ്രിഡ്ജ്, അതും ഇതെല്ലാം. ശരീരത്തിനെ ഡെക്കറേറ്റ് ചെയ്യുന്നു, ഫാഷൻ പരേഡ് നടത്തുന്നു, അല്ലേ? എടാ, ആത്മാവിൻ്റെ ഡെക്കറേഷനാണ് ഈ ശരീരം. ആത്മാവിൻ്റെ ഡെക്കറേഷനാണ് ഈ ശരീരം. ശരീരത്തിന് എന്ത് ഡെക്കറേഷൻ വേണം? ശരീരത്തിന് എന്തിന് ഡെക്കറേഷൻ വേണം? ഇപ്പോൾ മുല്ലപ്പൂ പൂത്ത് കഴിഞ്ഞാൽ അത് ആകർഷിക്കും. എന്തിനെ ആകർഷിക്കും? അത് വണ്ടുകളെയും മറ്റുള്ളതിനെ, എന്തിനെയൊക്കെ, പ്രാണികളെയൊക്കെ ആകർഷിക്കും. എന്തിനാണ്? അത് പോളിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ആകർഷിക്കുന്നത് എന്തിനാണ്? ഈ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഈ ആകർഷിക്കുന്നത്. റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇയാൾക്ക് എന്ത് കിട്ടാനാണ്? അവിടെ ആ ചെടിക്ക് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ആ ചെടിക്ക് അതേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവിടെ ഓക്കെ. പക്ഷെ നമ്മൾ ശരീരത്തിൻ്റെ വിക്റ്റിമല്ല, നമ്മൾ ആത്മാവിൻ്റെ അവകാശിയാണ്.
അവിടെ വിക്ടിം എന്നല്ല പറയുന്നത്, ആത്മാവിൻ്റെ അവകാശിയാണ്. ശരീരത്തിൻ്റെ ആണെങ്കിൽ വിക്ടിമാണ്. പിടികിട്ടിയോ? അതെ, ഞാനെന്ന് പറയുന്നത് ആത്മബോധത്തിലാണ്. അവിടെയാണ് എല്ലാവരും ഒരുമിക്കുന്നത്. അവിടെ എന്തിനു സെക്സിൻ്റെ ഭാഗം. അപ്പം നമ്മുടെ ശരീരം ഇതിപ്പോൾ നമ്മുടെ ശരീരം പെട്ടെന്ന് അങ്ങോട്ട് ഈ മെമ്മറിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റാനൊന്നും ശരീരത്തെ പറ്റത്തില്ല. വളരെ സാവകാശം ശ്രദ്ധയോടുകൂടി ആ സെക്ഷുവൽ വൈബ്രേഷൻ ശ്രദ്ധയോടുകൂടി ആകാശമായിട്ടുള്ള ബന്ധം കൂട്ടി കൊണ്ടുവരുമ്പോൾ സ്ത്രീയുടെ ശരീരത്തിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ സെക്ഷുവൽ വൈബ്രേഷൻ കുറഞ്ഞു വരും. എന്നിട്ട് സ്ത്രീയുമായിട്ടുള്ള ബന്ധം ഉണർന്നു വരും. ഉണർന്നിരിക്കും, ഒരു സംശയം വേണ്ട. കാരണം എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ വൃത്തിയുടെ ഭാഗമാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് സെക്ഷുവൽ സ്ത്രീ പുരുഷ ബന്ധം സെക്സാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് നടന്ന ഒരാളാണ്. മനസ്സിലായോ? ഇത്രയും വർഷത്തിനുള്ളിൽ ഒരു 60 വയസ്സ് ചെറുപ്പമാണ്, 58 വയസ്സ് വരെ, 58-59 വയസ്സ് വരെ ഞാൻ സെക്സാണ് ഇമ്പോർട്ടൻ്റ്, സെക്സ് സ്ത്രീ പുരുഷ ബന്ധം സെക്സിലാണ്. ഇത് കുറച്ചും കൂടി എൻ്റെ ഉള്ളിൽ ഞാൻ ഉണർന്നപ്പോൾ സെക്സ് വെറും വേസ്റ്റാണെന്ന് കാണാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നതാണ് സെക്സ്. ശരീരത്തിൻ്റെ ആവശ്യം മാത്രമാണ് സെക്സ്. ശരീരം നിയന്ത്രിക്കുന്ന ഭാഗത്ത് മാത്രമാണ് സെക്സ് വരുന്നത്. അവിടെ സെക്സ് വരത്തുള്ളൂ. ഇത് തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ എന്താണ് കിട്ടിയത്? ഭയങ്കര ആശ്വാസമാണ്. എന്തൊരു ആശ്വാസമാണ്! ഒട്ടനവധി അറ്റാച്ച്മെൻറ്റിൻ്റെ കാരണങ്ങൾ പിടികിട്ടി. ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ എല്ലാത്തിൻ്റെയും വ്യവസ്ഥകൾ പിടികിട്ടി. അവിടെ തൊട്ട് എൻ്റെ ശ്രദ്ധ എന്നിൽ സജീവമായി. എൻ്റെ ശരീരമാണ് എന്നെ നിയന്ത്രിച്ചിരുന്നത്. ആഗ്രഹങ്ങൾ മുഴുവൻ ശരീരത്തിൻ്റെ ആയിരുന്നു. ഇപ്പോഴും ആഗ്രഹം ആത്മാവിൻ്റെതായി. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കും തോറും ഈ കൃത്യത എന്ന് പറഞ്ഞ പ്രവർത്തന മണ്ഡലത്തിൻ്റെ തുടർച്ചയാണ്. പ്രവർത്തന മണ്ഡലത്തിൻ്റെ തുടർച്ചയാണ്. ഇത് മാത്രം നോക്കിയാൽ ഇപ്പം ഞാൻ ജനിയെ നോക്കുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ജനിയെ ഞാൻ എങ്ങനെയാണ് നോക്കേണ്ടത്? എന്നെ കാണുന്ന പോലെ തന്നെ നോക്കണം. അപ്പോഴേ അവിടെ വേറൊരു വ്യക്തിയില്ല. ശ്രദ്ധിക്കണേ, ഒരു സ്ത്രീ അടുത്ത് വരുമ്പോൾ ഞാൻ എന്നെ മാത്രം കണ്ട അവൾ എത്ര അടുത്ത് വന്നാലും ഞാനെന്ന് പറഞ്ഞ സ്റ്റേറ്റ് എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അവളടുത്ത് വണ്ടർഫുള്ളായിട്ട് ഇരുന്നോളൂ. അവളിൽ ഞാൻ ഇടപെടുന്നത് എവിടെയാണ്? എന്തുകൊണ്ടാണ് എന്നിൽ ബലഹീനത ഉള്ളതുകൊണ്ട് അവളിൽ ഇടപെടുന്നത്? ശ്രദ്ധിക്കണേ, നമ്മളുടെ അടുത്ത് ഒരാൾ വരുമ്പോൾ ആ വ്യക്തിയിൽ ഇടപെടാൻ നമുക്ക് എന്താ അവകാശം? മറ്റൊരു വ്യക്തിയിൽ ഇടപെടാൻ നമുക്ക് എന്താ അധികാരം ഉണ്ടോ? നമുക്ക് ഒരു അധികാരമില്ല മറ്റൊരു വ്യക്തിയിൽ ഇടപെടാൻ. നമ്മളിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരാളുടെ സാന്നിധ്യം നമ്മുടെ അയോഗ്യതയാണ് ഉണർത്തിയത്. മറ്റൊരാളിൽ ഇടപെടാൻ നമുക്ക് അർഹതയില്ല. ഈ ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണേ. അവിടെ നമ്മുടെ ബലഹീനതയെ ഉണർത്തുന്നതാണ്. ഇയാൾ എന്താ പറയുന്നത്? ഞാൻ എന്താണ് കേൾക്കുന്നത്? നോക്കിയാൽ പോരെ. ഞാൻ ആരാണ്? ഞാൻ എന്താണ് കേൾക്കുന്നത്? ഞാൻ കേൾക്കുന്നത് എന്നിൽ പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ? എൻ്റെ ഉത്തരവാദിത്തം ഞാൻ കേൾക്കുന്നത് എന്നിൽ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? അതാണ് എൻ്റെ പ്രാപ്തി. മറ്റൊരാൾ ഇങ്ങനെ പറയണം എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. കിട്ടിയോ? നമ്മൾ ചിന്തിക്കുകയും
സംസാരിക്കണമെന്ന്. ഓ അയാൾ സംസാരിക്കുന്ന കാര്യം അത് അയാളുടെ മാത്രം പെർസ്പെക്റ്റീവ് ആണെന്നുള്ള ഒരു ഭാഗം നമ്മൾ നിലനിർത്തിയാൽ മതി. ചിന്തിക്കുകയോ ചെയ്യരുതുമെന്ന് പറയുമ്പോൾ മറ്റൊന്നിനെ ആശ്രയിക്കുമ്പോൾ ചിന്ത വരാതിരിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് ചിന്ത വരുന്നത്. എന്തുകൊണ്ട് ചിന്ത ജനിക്കുന്നു? മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടുള്ളതുകൊണ്ട്. ഇവൻ പറയുന്നത് ഞാൻ ആശ്രയിച്ചിരിക്കുന്നതിനെ അവൻ കൂടി കയ്യിലെടുത്ത് കൈകാര്യം ചെയ്യുന്നു. ശ്രദ്ധിക്കണേ, ചിന്ത വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആശ്രയിക്കുന്ന ചിലതിനെ അവൻ എടുത്ത് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ അസ്വസ്ഥനാകുന്നത്. അവിടെയാണ് ഞാൻ ദുർബലനാകുന്നത്. ഞാൻ ആശ്രയിക്കുന്നത് മറ്റൊരുത്തിനും ആശ്രയിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, മറ്റൊരുത്തിനും ആശ്രയിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അസ്വസ്ഥനാണ്. എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ നശിക്കുന്ന ഒന്നിനെയാണ് ഞാൻ ആശ്രയിച്ചത്. ഇപ്പം ആകാശത്തെയാണ് മറ്റൊരുത്തിനും ആശ്രയിച്ചത്. എനിക്ക് ഭയം ഉണ്ടാവുമോ? ഇല്ല, എനിക്ക് ഭയം ഉണ്ടാകത്തില്ല. കാരണം ആകാശത്തെ ഏതെല്ലാം വ്യക്തികൾ ആശ്രയിച്ചാലും എനിക്ക് യാതൊരു കാരണവശാലും അസ്വസ്ഥത ഉണ്ടാകത്തില്ല. കാരണം ഞാൻ ആശ്രയിക്കുന്ന ആകാശത്തിന് ആരെല്ലാം ആശ്രയിച്ചാലും അതിനൊരു ക്ഷീണവും ഉണ്ടാകത്തില്ല. ഇവിടെയാണ് നമ്മൾ ഈശ്വരൻ എന്നുള്ള ഭാഗം എത്തുന്ന. ഇവിടെയാണ് മനസ്സിലായി? അവിടെയാണ് സമാധാനം, സ്നേഹം, ഐക്യം, പൊരുത്തം. അവിടെയാണ് കുടുംബം. ഇവിടെയാണ് നമുക്ക് ആ സമൂഹമെന്ന് പറയുന്നത് ഇവിടെയാണ് വരേണ്ടത്. ഇത് അടിച്ചേൽപ്പിക്കുന്ന ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ഉള്ളിൽ കുട്ടിക്ക് കുട്ടിത്വം എന്താണെന്ന് അറിയാതിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ 10-60 വയസ്സുകാരൻ അറിയേണ്ട കാര്യം ഈ കുട്ടിയുടെ മനസ്സിലോട്ട് തള്ളിക്കയറ്റി കൊടുത്തിരിക്കുക. ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? ശൈശവ മരണം കൂടിക്കൊണ്ടിരിക്കുക. ശൈശവ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. അകാല വാർദ്ധക്യം. എന്താ കാരണം? എന്താണ് ഈ കാരണം? ഈ അനാവശ്യമായിട്ട് കുട്ടിയുടെ മനസ്സിൽ കുട്ടിക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ കുട്ടിയുടെ ഉള്ളിലോട്ട് ഇൻജക്റ്റ് ചെയ്ത് കയറ്റുന്നുണ്ടാണ്. ഇപ്പം കുട്ടികൾക്ക് ഭയങ്കര ഓവർ മെച്യൂരിറ്റിയാണ് കാണിക്കുന്നത്, അല്ലേ? ഓവർ മെച്യൂരിറ്റിയാണ് കാണിക്കുന്നത്. അവർ കാണിക്കാൻ പാടില്ലാത്ത മെച്യൂരിറ്റി കാണിക്കുകയാണ്. എന്നിട്ട് അവരുടെ ലൈഫ് പെട്ടെന്ന് റൂയിൻഡാകുകയാണ്. കുട്ടിത്തം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അവർ കുട്ടിത്തം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നിട്ട് അവരുടെ കൗമാരപ്രായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ അവർ വേറെ എന്തോ കാര്യത്തിലോട്ടൊക്കെ അവർ പോകുന്നു. എന്തോ നമ്മൾ ഈ മനസ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മളെ ഓരോ വ്യക്തിക്കും അത് ശരിക്കും വ്യക്തിപരമാണോ അല്ലാതെ എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്? ഈ മനസ്സിൽ വേറൊരാൾക്ക് പ്രവേശിക്കാൻ പറ്റുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ മനസ്സിലെ കാര്യങ്ങൾ നമ്മളെ മനസ്സിലും കൂടി ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എത്രയാണ് ഇതിനുള്ള പ്രസക്തി? അതായത് ശ്രദ്ധിച്ച് കേൾക്കണേ അഭിലാഷേ.